വിസ്മയങ്ങൾ വാഗ്ദാനം ചെയ്ത് 102 സീറ്റുകളുമായി അധികാരത്തിലെത്തി UDF സർക്കാർ 67 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഗ്രാമ നഗര തലങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അപ്പാടെ താറുമാറായതായി വിവിധ തലങ്ങളിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UDF സർക്കാർ പുതുക്കിയ ബജറ്റ് വഴി പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ അവയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമിച്ച താൽക്കാലിക ജീവനക്കാർക്ക് കഴിഞ്ഞ 4 മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ടില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച സാന്ത്വന പരിചരണ സംവിധാനവും കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്വാസ കിരണം പദ്ധതിയും കടുത്ത പ്രതിസന്ധിയിലാണ്. ഭിന്നശേഷി സ്കോളർഷിപ്പ് പദ്ധതി മുടങ്ങിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവയുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ്, ഡയാലിസിസ് തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു. തനത് ഫണ്ടില്ലാത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. തനത് വികസന പദ്ധതികൾ ഏതാണ്ടെല്ലാം നിന്നുപോയ അവസ്ഥയിലാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4 മാസങ്ങൾ പിന്നിടുമ്പോഴത്തെ ഈ അവസ്ഥയെ മറികടന്ന് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അവശേഷിക്കുന്ന സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലെ പ്രവർത്തനങ്ങളും അവതാളത്തിലാകുമെന്ന ആശങ്ക തദ്ദേശ സ്വയംഭരണ വൃത്തങ്ങളിൽ വ്യാപകമാണ്. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ കാലയളവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം ഓരോ വർഷവും ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അവർക്കുള്ള ബജറ്റ് വിഹിതം ഓരോ വർഷവും 0.5% വീതം ഉയർത്തി 30% ആക്കണമെന്നത് 6ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയായിരുന്നു. അതനുസരിച്ച് LDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം 10,189 കോടി രൂപയായി വകയിരുത്തിയിരുന്നു. എന്നാൽ UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ 1,533.55 കോടി രൂപ കുറച്ച് 8,655.45 കോടിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഭീമമായ ഈ കുറവ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അപ്പാടെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതത്തിന്റെ അവസാന ഗഡു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ നൽകാനായില്ല. അതും ഇക്കൊല്ലത്തെ ബജറ്റ് വിഹിതത്തിന്റെ ആദ്യ ഗഡുവും അധികാരത്തിൽ വന്ന് 3ാം മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഇനിയും അനുവദിക്കാൻ UDF സർക്കാർ തയ്യാറായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓരോന്നിന്റെയും ഫണ്ട് വിഹിതം എത്രയെന്ന് സുലേഖ സോഫ്റ്റ്വെയർ വഴി നിശ്ചയിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഈ മാസം 31-നകം തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങളുടെ പദ്ധതികൾ സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രസ്തുത സോഫ്റ്റ്വെയർ ഇനിയും പൂർണ്ണമായും തുറന്നു നൽകിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ഏജൻസിയായ ഇൻഫർമേഷൻ കേരളം മിഷനാണ് ഇതിന്റെ നിയന്ത്രണം. പദ്ധതികൾക്ക് അംഗീകാരം നൽകേണ്ടത് ജില്ലാ ആസൂത്രണ സമിതികളാണ്. സോഫ്റ്റ്വെയർ തുറക്കാത്തതും പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വൈകുന്നതും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ വിസ്മയ ഭരണം അധികാര വികേന്ദ്രീകരണം, വികേന്ദ്രീകൃത ആസൂത്രണം, വികേന്ദ്രീകൃത വികസനക്ഷേമ പ്രവർത്തനം തുടങ്ങിയ പഞ്ചായത്ത് രാജ് കാഴ്ചപ്പാടിനെയും ജനകീയാസൂത്രണ മാതൃകകളെയും അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വടക്കൻ പറവൂർ നഗരസഭയ്ക്ക് LDF ഭരണത്തിൽ പ്ലാൻ വിഹിതമായി നൽകിപ്പോരുന്നത് ഏതാണ്ട് 3 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 1.4 കോടിയായി കുറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. തന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്കു മാത്രം അവകാശപ്പെട്ടതാണെന്ന തൻപ്രമാണിത്ത മനോഭാവത്തിന്റെ പ്രതിഫലനം കൂടിയായേ ഈ നീക്കത്തെ വിലയിരുത്താനാകൂ. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മലപ്പുറത്തെ നഗരസഭകൾക്കായി LDF സർക്കാർ 83.8 കോടി രൂപ പ്ലാൻ ഫണ്ടായി വകയിരുത്തിയിരുന്ന സ്ഥാനത്ത് പുതുക്കിയ ബജറ്റിൽ 27.9 കോടി രൂപ വെട്ടിക്കുറച്ചു. നേതൃത്വ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം പിന്തുടരുന്ന മുസ്ലിം ലീഗ് നേതൃത്വം എന്തെങ്കിലും പരാതി ഉന്നയിച്ചതായി കാണാനില്ല. തദ്ദേശ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ജനാധിപത്യത്തിൽ അവയ്ക്കും സാധാരണ പൗരന്മാർക്കുമുള്ള സ്ഥാനത്തെയും അപ്പാടെ അവഗണിച്ച അധികാര കേന്ദ്രീകരണത്തിന്റേതായ ശൈലിയാണ് സതീശനും ടീം UDFും പിന്തുടരാൻ ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കി അടിസ്ഥാന ജനാധിപത്യ സംസ്കാരത്തെ തന്നെ ദുർബലമാക്കുന്ന ഈ നയം പ്രാദേശിക വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കും പിന്നോട്ടടിയിലേക്കുമായിരിക്കും നയിക്കുക.